യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സൗന്ദര്യ ലഹരിയുടെ 30ാമത്തെ ശ്ലോകമാണ് ഞാൻ ഇന്നിവിടെ ചൊല്ലാൻ പോകുന്നത്. ഗുരുഭ്യോ നമ. ശങ്കരാചാര്യ നമഃ. സദാശിവസമാരംഭ ശങ്കരാചാര്യമധ്യമ അസ്മദാചാര്യപര്യന്താ വന്ദേ ഗുരുപരമ്പര. സൗന്ദര്യലഹരി കർത്തൃ സർവമംഗളദായികേ ശങ്കരാചാര്യമര്യായ യതിരാജായതേ നമഃ. ശ്ലോകം. സ്വദേഹോത്ഭുതാഭിപ്രാണിഭി അണിമാദ്യാഭിരിതോ നിഷേവ്യേ നിത്യേ ത്വാം അഹമിതി സദാ ഭാവയതിയ കിമാശ്ചര്യം തസ്യ ത്രിനയന സമർത്ഥിന്ദ്രണയതോ മഹാസംവർത്താഗ്നിർ വിരജയതി നീരാഞ്ജനവിധി. ഞാൻ എന്നെപ്പോഴും ഭാവന ചെയ്യുന്ന യാതൊരുവൻ പരമേശ്വര ത്രിനയനായ ശിവൻ്റെ ഐശ്വര്യത്തെയും സമൃദ്ധിയെയും ശ്രീചക്രസാധകൻ്റെ ഏറ്റവും വലിയ ആയ അമ്മയുടെ ദേഹത്തിൽ നിന്നും അണിമാതി ദേവതകളാൽ ചുറ്റപ്പെട്ടതും സേവിക്കുന്നതുമായ അമ്മയെ ആരാണാവോ വിചാരിക്കുന്നത് അമ്മയുമായി സായുജ്യം അവൻ പ്രാപിക്കുന്നതാണ്. പ്രളയാഗ്നി നീരാഞ്ജനം ദീപാരാധന ചെയ്യുന്നത് ഈ സിദ്ധികളൊക്കെ സിദ്ധിക്കുന്നു. ശിവൻ്റെ സാമീപ്യം പോലും വിചാരിക്കുന്നില്ല. അണിമ തുടങ്ങിയ അഷ്ടസിദ്ധികൾ എപ്പോഴും യാതൊരുവനാണോ എപ്പോഴും ഇങ്ങനെ ധ്യാനിക്കുന്നത്. ദേവിയുടെ ശരീരത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന അണിമ എന്ന 8 ശക്തികൾ: അണിമ അണുവാക്കാനുള്ള കഴിവ്, മഹിമ വലുതാക്കാനുള്ള ശക്തി, ഗരിമ ഭാരം വർദ്ധിക്കുക, ലഘിമ ശോഷിപ്പിക്കുക, ഈശിത്വം വശിത്വം അധീനത്തിൽ വരുന്നത് വശത്താക്കാനുള്ള പ്രാപ്തി, പ്രാകാര്യം എന്നിവ 8 ശക്തികൾ അധിക്കുന്നു. അണിമാദികളാൽ സേവിക്കപ്പെടുന്നവളും നിത്യയും അങ്ങനെയുള്ള അമ്മയെ ഞാനും അമ്മയും തമ്മിൽ ഭേദമില്ല. ധ്യാനിക്കുന്നവർക്ക് സായുജ്യം കിട്ടുന്നതാണ്. അമ്മ അവരെ അനുഗ്രഹിക്കുന്നതാണ്. അമ്മയെ എല്ലായ്പ്പോഴും ഈ രീതിയിൽ ധ്യാനിക്കുന്നവർക്ക് എല്ലാ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും അമ്മയിൽ നിന്ന് കിട്ടുന്നതാണ്. അമ്മയും ഞാനും ഒന്നാണ്, വേറെ ആവില്ല. അതുപോലെ അമ്മയെ ധ്യാനിച്ചാൽ എല്ലാം ഒന്നായിട്ട് തന്നെ ഇരിക്കും. ഏത് സാഹചര്യത്തിലും അമ്മയെ നമ്മളെ സഹായിക്കും, എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. നമസ്തേ.